ഹായ് സ്റ്റുഡൻസ്, എന്തുകൊണ്ട് അബ്രോഡ് MBBS? നമുക്കറിയാം, ഓരോ വർഷവും വിദേശത്ത് പോയി MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. 2024 കണക്ക് നോക്കുകയാണെങ്കിൽ 23.5 ലക്ഷത്തിലധികം സ്റ്റുഡൻസ് ആണ് നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പാസ് ഔട്ട് ആയിട്ടുള്ളത് 13.5 ലക്ഷത്തിലധികം സ്റ്റുഡൻസ്. ഈ പാസ് ഔട്ട് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഇന്ത്യയിൽ MBBS പഠിക്കാൻ സാധിക്കുകയില്ല. കാരണം 1 ലക്ഷം MBBS സീറ്റുകൾ മാത്രമാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് കോളേജിൽ കുറഞ്ഞ ഫീസിൽ തന്നെ പഠിക്കാൻ സാധിക്കും. ഇനി മാനേജ്മെന്റ് സീറ്റാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഫീസിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. 9 ലക്ഷം മുതൽ 17 ലക്ഷം രൂപ വരെയാണ് മാനേജ്മെന്റ് കോളേജുകൾ ഫീസ് ഇനത്തിൽ ഈടാക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ 80 ലക്ഷം രൂപയോളം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫീസിന്റെ വർധനവ് തന്നെയാണ്. 250 മുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. വർഷത്തിൽ 20 ലക്ഷം രൂപ മുതൽ ഫീസ് ഇനത്തിൽ മാത്രം ഈടാക്കുന്ന കോളേജുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ടോട്ടൽ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കോടി രൂപ മുതൽ 1,35 ലക്ഷം രൂപ വരെ ഫീസ് ഇനത്തിൽ മാത്രം മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ ഹോസ്റ്റൽ, മെസ് ഫീ എന്നിങ്ങനെയുള്ള അഡീഷണൽ പേയ്മെന്റ്സ് വേറെയും. മിക്ക വിദ്യാർത്ഥികളുടെയും ലക്ഷ്യം അല്ല എന്നുണ്ടെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നത് മികച്ച ഒരു ഡോക്ടർ ആവുക എന്നതായിരിക്കും. എന്നാൽ ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള മാർക്കും ഉണ്ടാവണമെന്നില്ല. സോ ആ ടൈമിൽ മാനേജ്മെന്റ് കോളേജിലോ അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലോ പോയി നമ്മൾ സീറ്റ് എടുക്കാം എന്ന് കരുതിയാൽ അതിനനുസരിച്ചുള്ള സാമ്പത്തിക ഭദ്രതയും പാരന്റ്സിന് ഉണ്ടാവണം എന്നില്ല. അവിടെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അബ്രോഡ് MBBSനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വിദേശത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ വർഷം തോറും ആവറേജ് 3 ലക്ഷം രൂപ ഫീസ് ഇനത്തിൽ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതെ, 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ട്യൂഷൻ ഫീ, ഹോസ്റ്റൽ, മെസ് ഫീ എന്നിങ്ങനെ എല്ലാ പേയ്മെന്റും സഹിതം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അന്താരാഷ്ട്ര അംഗീകാരം നേടിയ യൂണിവേഴ്സിറ്റീസ്, യൂറോപ്യൻ കൺട്രീസും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസും അംഗീകരിച്ച വിദ്യാഭ്യാസം, ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ, മികച്ച രീതിക്കുള്ള മെഡിക്കൽ പ്രാക്ടീസ്, ബെറ്റർ ആയിട്ടുള്ള ലാബോറട്ടറീസ്, സിമുലൈസേഷൻ സെന്റർ, സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, ഇവയെല്ലാം തന്നെ വിദ്യാർത്ഥികളെ അബ്രോഡ് MBBSലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഈ വീഡിയോയിലൂടെ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തെങ്കിലും വിദേശ MBBS പഠനം ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് NMC റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. NMC അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. അതെ, NMC റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് മാത്രമേ അബ്രോഡ് MBBS പഠിക്കാൻ പാടുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ NMC റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.